നമ്മളെ മലയാളത്തിലെ സുരാതേട്ടാ അതിന്റെ അവസാനം വരെ കോമഡി ഉണ്ട്, കണ്ടിച്ചിരിക്കുക നമുക്ക്. ഇമൊക്കെ അവര് രോമാഞ്ചം പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നിട്ടില്ല അത്. വെൽക്കം ബാക്ക്. സാഗർ സൂര്യ, ഗണപതി അല്ലമീൻ ഇവരൊക്കെ മെയിൻ റോൾസ് എത്തുന്ന ഒരു കോമഡി ഹൊറർ മൂവി റിലീസിന് എത്തിയിട്ടുണ്ട്, പ്രകമ്പന. അപ്പോൾ കണ്ടറിങ് ഓഡിഷനോട് എങ്ങണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. പിന്നെ ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മുടെ രോമാഞ്ചം, പടക്കളം, അതുപോലെ തന്നെ അടികപ്പിയായ കൂട്ടമണി വൈബൊക്കെ ഉണ്ട്. പ്രകമ്പനം കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. ചിരിക്കാനുണ്ട്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി കൊള്ളാം. നമ്മളെ മലയാളത്തിലെ സുരാതേട്ടാ ഫുൾ കോമഡിയാണ്. കോമഡി ഉണ്ട്. ഓക്കെ, കൂടുതൽ ആരാണ് സ്കോർ ചെയ്തിട്ടുള്ളത്? നമ്മളെ മറ്റേ കുഡൂസ് മീഡിയയിലെ പയ്യനൊക്കെ നല്ല സൂപ്പർ അഭിനയിച്ചിട്ടുണ്ട്. സാഗർ സൂര്യ പക്കയായിട്ടുണ്ട്. ഗണപതി എല്ലാരും അതേപോലെ ഒരു സുഖമല്ല കണ്ടോണ്ടിരിക്കുക, അത്രേ. കോമഡി ഹൊറർ ആണ്. ഹൊററൊന്നും വലുതായിട്ട് വർക്കൗട്ട് ആയില്ല. കോമഡി മറ്റേ റീൽസിന്റെ ആണെന്നുള്ള ചെറിയ കോമഡി. അതേ മുമ്പ് വന്ന സ്റ്റോറിയൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഇല്ല ബ്രോ, എന്നാലും രോമാഞ്ചം അങ്ങനെ അത്ര എത്തിയില്ല അത്. കൊള്ളാം, പക്ഷെ എന്തെങ്കിലും കുറച്ച് മിസ്സിംഗ് ഒക്കെ ഉണ്ട്. ഹൊറർ കോമഡിയാ, കോമഡി വിത്ത് ഹൊറർ ചെയ്ത് കൊള്ളാം, പക്ഷെ എന്നാലും കുറച്ച് വർക്ക് ആയി പോയിട്ട്. നമ്മുടെ ഈ പ്രേതം കയറുന്ന പരിപാടിയിൽ വന്ന തീമിൽ വന്നിട്ട് ആക്ടിങ് ഒക്കെ സൂപ്പർ ആയിരുന്നു. 3 പേരും ഒക്കെ ആയിരുന്നു. സാഗറൊക്കെ നല്ല ഇതായിരുന്നു. സാഗർ സൂര്യാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. സാഗർ സൂര്യായിരുന്നു. കൊള്ളാം, പടം കൊള്ളാം, കാണാൻ കൊള്ളാം ഒക്കെ, അല്ലാതെ വലിയ കിണ്ണ. ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, C5, സോണി ലിവ് തുടങ്ങി 15+ OTT സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഈസ് മൈ ഡീൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓവർ 1 മില്യൺ+ ഡൗൺലോഡ്സ് ഉള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈസ് മൈ ഡീൽ. ഇതിലെ GoVIPയിൽ 299 രൂപയുടെ പ്ലാൻസ് യൂസ് ചെയ്ത് C5, ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലിവ് തുടങ്ങി 10+ OTT ആപ്സ് 1 മന്ത് ഫ്രീ ആയിട്ടും 999 രൂപയുടെ പ്ലാൻ യൂസ് ചെയ്തുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, സോണി ലിവ് തുടങ്ങി 16+ OTT പ്ലാറ്റ്ഫോംസ് 3 മന്ത്സും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുമാത്രമല്ല, മൊബൈൽ റീചാർജിങ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി തുടങ്ങി ഈസ് മൈ ഡീൽ ആപ്പ് വഴി നിങ്ങൾ നടത്തുന്ന എല്ലാ പർച്ചേസിനും 100% ക്യാഷ് ബാക്ക് ഉറപ്പാണ്. ഈ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് റീചാർജോ, ക്രെഡിറ്റ് കാർഡ് ബില്ലോ, ഇലക്ട്രിക് ബിൽ, വൗച്ചേഴ്സോ ഒക്കെ ആയിട്ട് റെഡീം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ തന്നെ 299 രൂപ മുതൽ 100% ക്യാഷ് ബാക്കോടുകൂടി ഈ 16+ OTT സബ്സ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈസ് മൈ ഡീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യും. ഇന്ന് ഈ ഒരു ഹൊറർ കോമഡി വർക്കായില്ല പടം. ഒന്നും അങ്ങോട്ട് എന്തൊക്കെയോ ഒരു കുറവ് പോലെ. ഓക്കെ, ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. എന്തൊക്കെയോ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് ഒന്നും സെറ്റ് ആയിട്ടില്ല. മെയിൻ തീമൊക്കെ എങ്ങനെയുണ്ട് സിനിമയുടെ? സ്റ്റോറി ടീമൊക്കെ അവര് രോമാഞ്ചം പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നിട്ടില്ല അത്. പോസിറ്റീവായിട്ട് സാഗർ സൂര്യയുടെ നമ്മളെ പണിയൊക്കെ വെച്ചിട്ട് അതൊക്കെ വലിയ ഇമ്പ്രഷൻ ആയിട്ടൊക്കെ വരുമെങ്കിൽ, പക്ഷെ ഒന്നും പോലെ എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവർക്കായില്ല. നല്ല പടം. സ്റ്റോറി കൊള്ളാം, നല്ല വെറൈറ്റി സ്റ്റോറി ആയിട്ടുണ്ട്. നമുക്കൊരു രോമാഞ്ചം കണ്ട അത്ര ആ ഒരു മോഡൽ കഥ അല്ലെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് നമുക്ക്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിട്ട് കണ്ടിട്ട് പോകും. ഫ്രഷ് സ്റ്റോറി നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അങ്ങനത്തെ ഒരു പരിപാടി. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേന് പിന്നെ ഹൊറർ കോമഡി അതിൻ്റെ ആ ഒരു ഷിഫ്റ്റ് ആയിട്ട് അങ്ങ് പോവാം. അതിൻ്റെ അവസാനം വരെ കോമഡി ഉണ്ട്, കണ്ടിച്ചിരിക്കുക നമുക്ക്. സ്റ്റോറിയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് പ്രഡിക്റ്റ് അല്ല, അത്ര പ്രഡിക്റ്റ് അല്ല. ഓക്കെ, കൂടുതൽ സ്കോർ ചെയ്തതാരാ? സാഗർ സൂര്യയാണ്. സാഗർ സൂര്യനെ ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ട് അവസാനം വരെ കിടിലായിരുന്നു. ശരിക്കാന്ന് പറഞ്ഞാൽ അത് അവസാനം കൊണ്ടൊന്നൊരു വർക്കായില്ല, സുഖമില്ലാതെ കൊണ്ട് നിർത്തി. കോമഡി ഹൊററാണ് ഉദ്ദേശിച്ചത്. കോമഡിയാണ് ഉദ്ദേശിച്ചത്. കോമഡി കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രകമ്പന സിനിമ കുഴപ്പമില്ല, കാണാം. പിന്നെ കോമഡിയൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്, ഒരുപാടില്ലെങ്കിലും അത്യാവശ്യമൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ പ്രേതത്തിൻ്റെ സംഭവമൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പെർഫോമൻസ് പെർഫോമൻസ് ഒക്കെ കൊള്ളാം, എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പക്ഷെ ആദ്യത്തെ ഒരു ഇച്ചിരി ലാഗായെങ്കിലും പിന്നെ പ്രേതം വന്നു തുടങ്ങിയപ്പം തൊട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കാം. കോമഡിയൊക്കെ ഉണ്ട്, നമുക്ക് സ്റ്റുഡൻസിന് പറ്റിയ ഫിലിമാണ്. കൊള്ളാം, അത്യാവശ്യം കണ്ടോണ്ടിരിക്കുക. വൈബ് പടം. മുന്നത്തെ വന്ന സ്റ്റോറികള് എങ്ങനെയുണ്ട്? സ്റ്റോറി എൻഗേജിങ് ആണ്, ഒരു ഹൊറർ കോമഡി വൈബ്. ഓക്കെ, ആണോ? അങ്ങനെ ചിരിക്കാനുണ്ടോ? കോമഡി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയാണ്? ഹൊറർ പരിപാടിയാണോ അതോ കോമഡി? അവസാനം കുറച്ച് കൊള്ളാം.